എന്റെ ഒരു വിധി. എന്തൊക്കെയുണ്ട് അതിന്റെ വിശേഷങ്ങള്? ഞാൻ ഇപ്പൊ മോന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. ഒന്ന് വിളിക്കണോന്ന് വിചാരിച്ചപ്പോഴേക്കും ആളിങ്ങെത്തി. അല്ലെങ്കിലും അതങ്ങനെയാ, സ്നേഹമുള്ളവര് കാണണമെന്ന് വിചാരിച്ചാ മതി, അപ്പോ ഞാൻ അവിടെ എത്തും. അങ്കിൾ, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ രംഗരാജൻ ചെട്ടിയാരെ എനിക്ക് പരിചയമുണ്ട്. അങ്കിൾ സമാധാനമായിട്ടിരിക്കെ, ഞാൻ അയാളോട് സംസാരിക്കാം. അവരെന്തൊക്കെയോ കടലാസുകളിൽ ഒപ്പിടിച്ചോണ്ട് പോയി. എന്തൊക്കെയാണെന്ന് ഒരു പിടിയില്ല. ഇനി നാളെ അതിന്റെ പേരിൽ കോടതി കയറേണ്ടി വരുമെന്ന എന്റെ സംശയം. ആ രാമചന്ദ്രൻ ചതിച്ചതാ. അവനും കുടുംബവും നാട് വിട്ടുപോയി. എവിടെയാണെന്നൊരു പിടിയില്ല. അതെ, നിന്റെ അഭിനയമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പറയാനുള്ളത് നിന്റെ മുഖത്ത് നോക്കി തന്നെ പറയണമെന്നുണ്ട് എനിക്ക്. നീ തന്ന പണം ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, എന്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. എന്ത് നിലപാട്? എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരണമെങ്കിൽ അതിനു മുൻപ് സൂര്യയുമായിട്ടുള്ള വിവാഹബന്ധം നീ നിയമപരമായി വേർപെടുത്തിയിരിക്കണം. ഇത് ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ദേ, അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. നീ നോക്കണ്ട, ഞാൻ സത്യമോ പറഞ്ഞത്. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതേ എന്റെ മകളുടെ ജീവിതത്തിന്റെ പ്രശ്നം. പ്രിയെ എനിക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാം. അവൾക്ക് വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്തത്. നിങ്ങൾക്ക് എത്ര പണം ഞാൻ തന്നു കണക്കുണ്ടല്ലോ അല്ലേ? അതിനൊന്നും ഞാൻ ഒരു കണക്കും എഴുതി വെച്ചിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ നീ കണക്കെഴുതി വെച്ചോ. എല്ലാത്തിനും എന്റെ മനസ്സിലൊരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലാന്ന് വേണ്ട. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല, ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതുവരെ നിങ്ങൾ അങ്കിളിനോട് എന്റെയും പ്രിയയുടെയും കാര്യം സംസാരിച്ചോ? സംസാരിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നല്ലേ, എന്നിട്ട് എന്തായി? അങ്ങനെ ചാടിക്കയറി സംസാരിക്കാനൊന്നും പറ്റത്തില്ല. സംസാരിക്കാന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യനില വളരെ മോശം. അത് മാത്രമല്ല, വീടിന്റെ ജപ്തിയും ആ രംഗനാഥൻ ചെട്ടിയാരുടെ വരവും ഒക്കെ കൂടി അദ്ദേഹം ആകെ തളർന്നിരിക്കുക. അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാതെ എനിക്കിത് അദ്ദേഹത്തോട് പറയാനാവില്ല. അല്ലെങ്കിൽ നീ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്ക്. എങ്ങനെ? നിനക്ക് എന്റെ മകളെ കല്യാണം കഴിക്കണം. അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ നീ ഈ വീട്ടിലെ മരുമകനല്ലേ? മരുമകൻ എന്ന നിലയ്ക്ക് ഈ വീട്ടിലെ പ്രശ്നങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നത് നിന്റെ കടമയും ഉത്തരവാദിത്വമാണ്. നീ അത് ചെയ്യുന്നുണ്ട്. അപ്പോ കുറച്ചുകൂടി കാര്യമായിട്ട് ആ മൂർത്തിക്ക് കൊടുക്കാനുള്ള പണം കൂടി കൊടുത്ത് ആ പ്രമാണം തിരിച്ചു വാങ്ങിത്താ. എന്നിട്ട് രംഗനാഥൻ ചെട്ടിയാരുടെ കയ്യിലെ ചെക്കും എഴുതി ഒപ്പിട്ട് കൊണ്ടുപോയ പ്രമാണങ്ങളും തിരികെ വാങ്ങിക്കും. മരുമകനാകാൻ പോകുന്ന ആളല്ലേ, അപ്പൊ അതും നിന്റെ ചുമതല. വേഗം വാ. ചിത്രേ, അവിടെ അല്ല.
നമുക്ക് ആ ഒഴുക്കില് കളയാം. വാ. Ready? 1, 2, 3. ഇതുപോലെ ജ്യോതിയെ നമ്മൾ അമരാവതിയിൽ നിന്ന് തൂക്കിയെറി. ഇനി മേലിൽ എന്നെ ഇതുപോലെ വഴക്ക് പറഞ്ഞ ഈ ഫോട്ടോ എടുത്ത് ഞാൻ റോഡിൽ കളയും. റോഡിലല്ല, ചിലപ്പോ തോട്ടിക്കളയും. തോട്ടിലെ അഴുക്ക് വെള്ളത്തിൽ കിടന്ന് ഈ ഫോട്ടോ നശിച്ച് നാശകോശമായി പോവും. അവളെ ഇന്ന് ഞാൻ മോളെ, നീ അത് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് എടുത്തു കൊടുത്തേരെ. അമ്മേ, അമ്മ ഞാൻ എടുത്തിട്ടില്ല. നോ, നീയാണതെടുത്തത്. എനിക്കറിയാം. നീ അതെനിക്ക് തിരിച്ചു തന്നേ പറ്റൂ. എല്ലാരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ആ ഫോട്ടോ കിട്ടാതെ ഞാൻ ഇനി വീടിനകത്ത് കയറില്ല. ഈ മുറ്റത്തിറങ്ങിയേക്കും. വെയിലും മഴയും രാവും പകലും എല്ലാം വന്നാലും ആ ഫോട്ടോ തിരിച്ചു കിട്ടാതെ ഞാൻ കയറില്ല. മോനെ ദേവാ, അമ്മ ക്ഷമിക്കണം. എനിക്ക് എന്റെ സുപ്രിയയുടെ സാന്നിധ്യമില്ലാത്ത വീട്ടിൽ ജീവിക്കണ്ട. ഇവളാ ഫോട്ടോ എനിക്ക് തിരികെ കൊണ്ടും തരുന്നവരെ ഞാൻ അമരാവതിയുടെ മുറ്റത്ത് തന്നെ നിൽക്കും. മോനെ, മോനെ ദേവാ. ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. സുപ്രിയോട് എനിക്കൊരു ശത്രുതയില്ല, സ്നേഹമുള്ളൂ. ചെയ്യാത്ത തെറ്റിനാ നിങ്ങൾ എന്നെ ശിക്ഷിച്ചത്. നിങ്ങൾ ഇങ്ങനെ വെയിലത്ത് വന്ന് നിന്ന് സ്വയം ശിക്ഷിക്കുന്നത് കഥ അറിയാതെയോ? ഞാൻ ഈ വീട് വിട്ടു പോകാൻ കാത്തു നിൽക്കുന്നവരാ നിങ്ങളുടെ മരുമക്കളും ഭാര്യമാരും നിങ്ങളും. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ, എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും തോറ്റ് തിരിച്ചു പോവില്ല ഞാൻ. ആ ചിത്രം എടുത്ത് കളഞ്ഞത് ഞാനല്ലെങ്കിലും അത് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് തരും. ഓ, ഈ ഫോട്ടോ ഇത് ഇന്ദിരമ്മയുടെ അടുത്തുനിന്നാണോ അതോ യമുനയുടെ അടുത്തുനിന്നാണോ? ഓർമ്മ വരുന്നില്ലല്ലോ. അല്ല, ഇതൊക്കെ ആരാ? ഇന്ദ്രജയും യമുനയും? അത് വലിയ ബാറുകളാ. ആദ്യം ഇന്ദ്രജയുടെ അടുത്ത് പോയി ഒരു 90 അടിച്ചു. പിന്നെ യമുനയെ പോയി
ഒരു 90 ഒരു 60 പഠിച്ചു. എന്നാലും ഇത് എവിടെന്നാ ഓർമ്മ വരുന്നില്ലല്ലോ. അയ്യോ എന്റെ പൊന്ന് ചേട്ടാ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ചേട്ടൻ ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്നൊന്ന് പറഞ്ഞാ മതി. ഇത് പിന്നെ അയ്യോ മറന്നുപോയി, ഓർക്കുന്നില്ലല്ലോ മോളെ. അല്ല നിങ്ങക്ക് വേറെ ആക്രികളൊന്നും വെക്കാനില്ലല്ലോ. അപ്പൊ ഞാൻ പോകും. ചേട്ടാ ഈ ഫോട്ടോയ്ക്ക് വേണ്ടിയോ നിങ്ങൾ കഷ്ടപ്പെട്ടത് മുഴുവൻ? എവിടെയെല്ലാം അലഞ്ഞെന്നറിയോ ചേട്ടാ? ഈ ഫോട്ടോ ഞങ്ങൾക്ക് വേണം. അത്രേ ഉള്ളോ? ഇതാണോ വേണ്ടത്? ആ അതെ, ആ ഫോട്ടോ എനിക്ക് താ ചേട്ടാ. ഈ ഫോട്ടോ കൊള്ളാല്ലേ? ഇതൊരു പഴയ രാജകുമാരിയാ. പക്ഷെ സോറി, ഞാനിത് തരില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ചേട്ടാ ആ ഫോട്ടോ ഒന്ന് തരുവോ? ഈ പഴയ ഫോട്ടോ ഇവളുമാരത്തിനാ ഇത്ര വാശി പിടിക്കണം. ചിലപ്പോ ഇത് വിറ്റാൽ നല്ല പണം കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവളുമാരുടെ കയ്യിൽ നിന്ന് മാക്സിമം കാശ് വേണം. ചേട്ടാ ആ ഫോട്ടോ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്, അതെങ്ങും താ ചേട്ടാ. അതെ, സംഭവം ഞാൻ തരാം. എനിക്ക് എന്ത് കിട്ടും? എന്ത് വേണം? ഒരു പാലം ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നല്ലേ. ഇത് തന്നാ നിങ്ങൾ എനിക്ക് എത്ര കാശ് തരും? അയ്യോ ചേട്ടാ, ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ കാശൊന്നുമില്ല. ചേട്ടാ ആ ഫോട്ടോ ഒന്ന് തന്നിട്ട് പോ ചേട്ടാ. പ്രിയ, നിന്റെ കയ്യിൽ വല്ല കാശുണ്ടോ? ഇല്ല ഇത് ഞാൻ പേഴ്സ് പോലും എടുത്തിട്ടില്ല. അതെ, ഞാൻ ചോദിക്കുന്ന കാശ് എന്നാ ഈ ഫോട്ടോ തരാം. ചേട്ടാ ചേട്ടൻ ഞങ്ങളുടെ കൂടെ വീട് വരവാ. ചേട്ടന് എത്ര രൂപ വേണമെങ്കിലും തരാം. അത് നടക്കില്ല. വീട്ടിൽ കൊണ്ടുപോയി എല്ലാരും കൂടെ എന്നെ തല്ലാനല്ലേ? ഞാനില്ല, പോച്ചേ. ഞാൻ ഈ ഫോട്ടോ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. എടോ അത് ഞങ്ങളുടെ ഫോട്ടോയാ, മര്യാദക്ക് തരുന്നുണ്ടോ? ചേച്ചി ഇയാളെ പിടിച്ച് 2 കൊടുത്തിട്ട് മേടിക്കാൻ വേണ്ടത്. ആഹാ, അത്രയായോ? എന്നാ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അയ്യോ അയ്യോ ഫോട്ടോ ചേട്ടാ. എന്നെ തുടരുത്. തൊട്ടാ ഞാനിത് അടിച്ചു പൊട്ടിക്കും. അയ്യോ ചേട്ടാ പ്ലീസ് അതൊന്നും ചെയ്യില്ലേ. ആ ഫോട്ടോ എന്റെ ജീവിതമാ. ചേട്ടാ തുടരുത്. അങ്ങോട്ട് പറയും. തന്നോട് തരാനാ പറഞ്ഞത്. എന്നോട് ആക്കാവിക്കുന്നു. ഫോട്ടോ കാണോ? എന്നാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ പൊട്ടിക്കും. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഒരു 3500 രൂപ. 3500 രൂപയോ? ഞങ്ങളുടെ ഫോട്ടോയ്ക്ക് ഞങ്ങളോട് കാശ് ചോദിക്കുന്നോ? ദോ മര്യാദക്ക് തന്നോ, തന്നെ അടിച്ചാൽ ശരിയാക്കും. ആഹാ, അടിച്ച് ശരിയാക്കുന്നോ? എങ്കിലേ ഞാൻ ശരിയാക്കി തരാം. ഞാൻ ശരിയാക്കി തരാം. ആഹാ, ദേ ഫോട്ടോ എങ്ങാനും തറയിലിട്ടാ തന്നെ കുലിഞ്ഞ. ആഹാ, ഈ നാട്ടിലെ ആണുങ്ങൾക്ക് ഒരു വിലയില്ലേ? എവിടെയാണോ അടിക്കുന്നേ? അയ്യോ വേണ്ട ചേട്ടാ, ചേട്ടാ അടിക്കരുത്. ചേട്ടാ വേണ്ട, ആ ഫോട്ടോ അറിയല്ലേ? എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. പണം തരുവോ? തരാം. 3500 രൂപ തരാം. ആ, പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല. എന്നാലേ പണമായിട്ട് വേണ്ട. രാജകുമാരിയുടെ ഫോട്ടോ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി 3500 പോരാ. ഡോ താൻ ഞങ്ങളോട് വില വീശുന്നോ? പ്രിയമോളെ വേണ്ട, ഇയാളോട് വഴക്കിടണ്ട. നമുക്ക് ഈ ഫോട്ടോ കിട്ടിയേ തീരൂ. പറ, തനിക്ക് എന്താ വേണ്ട? എനിക്കറിയാം, ഇപ്പൊ ഞാൻ എന്ത് ചോദിച്ചാലും കുട്ടി തരും. കുട്ടിയുടെ കഴുത്തി കിടക്കുന്ന ഈ താലിമാല എനിക്ക് തന്നാൽ ഞാനിത് കുട്ടിക്ക് തരും. ഡിക്ക് തിരികെ കൊടുക്കണം. ഞാനല്ല ഇതെടുത്തേന്ന് തെളിയിക്കണം. അതിനേക്കാൾ വലുതൊന്നും അല്ല എനിക്ക് ഈ മാല. ചേച്ചിയുടെ താലിമാലയാ ഇത്. ഡിക്ക് എന്നെ ഭാര്യയായിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഭർത്താവായിട്ട് മനസ്സുകൊണ്ട് ഞാനും കണ്ടിട്ടില്ല. ഇതിപ്പോ വെറും സ്വർണ്ണ ഉരുപ്പടി മാത്രം. എന്നുവെച്ച് ഈ ഫോട്ടോയ്ക്ക് വേണ്ടി ഇത്രയും വിലപിടിപ്പുള്ള മാല കൊടുക്കണോ? പ്രിയ, ഈ മാലയുടെ വിലയല്ല ഡിക്ക് ഈ ചിത്രത്തിനോടുള്ളത്. ഡിക്കയുടെ ജീവിതത്തിന്റെ മുഴുവൻ വിലയും ഈ ചിത്രത്തിനുണ്ട്.
എനിക്കിത് DKക്ക് കൊടുത്തേ പറ്റൂ. അപ്പൊ ഈ താലിമാല നഷ്ടപ്പെടുന്നതില് ചേച്ചിക്ക് ഒരു വിഷമവും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഊരി കൊടുക്ക അയാൾക്ക്. ചേച്ചിയുടെ താലി നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, എനിക്ക് വേണ്ടി നീ ഒന്നും നഷ്ടപ്പെടുത്തരുത്. ഈ ചിത്രവും DKയുടേതാ, ഈ മാലയും DKയുടേതാ. അല്ലെങ്കിലും ഈ താലിക്കിനി അധികം ആയുസൊന്നുമില്ല. അതെ, എനിക്കിനി ആലോചിക്കാൻ സമയമില്ല. പോയിട്ട് വേറെ പണിയുണ്ട്. ഫോട്ടോ വേണോ വേണ്ടേ? അതോ ഞാൻ പൊട്ടിക്കണോ? വേണ്ട, എനിക്ക് ഫോട്ടോ വേണം. മാല ഞാൻ തരാം. ചേച്ചി ദേവി, നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. എന്റെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ല. താരേച്ചി പറഞ്ഞത് തന്നെ സത്യമായച്ചി. അസൂയെ കൊണ്ട് ജ്യോതി ആ ഫോട്ടോ എടുത്ത് കളഞ്ഞത് അങ്ങനെ എനിക്ക് തോന്നുന്നു. നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ തകർത്താടുന്ന ഈ കള്ളനാടകത്തിന്റെ ഉത്തരം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ചുമ്മാതൊരു സംശയമല്ല നിങ്ങളെക്കുറിച്ച് എനിക്കുള്ളത്. നല്ല ഉറച്ച സംശയം തന്നെയാ. ജ്യോതി ആ ഫോട്ടോ എടുത്ത് കളയത്തില്ലെന്ന് ആയച്ചിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? പറ്റും, എനിക്ക് പറയാൻ പറ്റും. കാരണം ഇതേപോലൊരു വീട്ടിൽ തന്നെയാ ജ്യോതിയും ജീവിച്ചത്. ജ്യോതിയുടെ അമ്മയും മരിച്ചുപോയതാ. ജ്യോതിയുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച ആളെയാ ജ്യോതി അമ്മയെന്ന് വിളിക്കുന്നത്. ഒരു രണ്ടാനമ്മയുടെ മകളായിട്ട് തന്നെയാ അവളും വളർന്നത്. മരിച്ചുപോയ അവളുടെ അമ്മയുടെ ഫോട്ടോ ആ വീട്ടിൽ മാല ചാർത്തി വെച്ചിരിക്കുന്നത് നിങ്ങളും കണ്ടതല്ലേ? ജ്യോതിയുടെ രണ്ടാനമ്മ ഒരിക്കലും ആ ഫോട്ടോ എടുത്ത് കളഞ്ഞിട്ടില്ല. അത് കണ്ടിട്ടാ ജ്യോതി വളർന്നത്. ആ ജ്യോതി DKയുടെ മുറിയിൽ നിന്ന് സുപ്രിയാന്റിയുടെ ഫോട്ടോ എടുത്ത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനുത്തരവാദികൾ നിങ്ങൾ തന്നെയാ. പറ ചിത്രേ, നിങ്ങളല്ലേ അതെടുത്ത് കളഞ്ഞത്? എന്തിനാ മായച്ചേ ഞങ്ങളോട് ഇതുപോലെ ക്രൂരത കാണിക്കുന്നത്? ഇങ്ങനെ സംശയിക്കുന്നത് ഞങ്ങൾക്ക് സങ്കടമാ. അഭിനയം എന്റെ മുമ്പിൽ വേണ്ട. രണ്ടെണ്ണത്തിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഫോട്ടോ എടുത്തു മാറ്റി ജ്യോതിക്ക് പണി കൊടുത്തത് നിങ്ങൾ തന്നെയാ. പക്ഷെ പണി കിട്ടിയത് ശരിക്കും DKക്കായിപ്പോയി. ഇപ്പൊ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഫോട്ടോ? പിന്നെ നീ എന്തിനു കള്ളം പറഞ്ഞു? അപ്പോ നീ തന്നെയാ ഈ ഫോട്ടോ എടുത്ത് കളഞ്ഞത്. അതുകൊണ്ടല്ലേ നീ ഇത് തിരിച്ചു കൊണ്ടുവന്നത്? എടി, പിന്നെ എന്തിനാ നീ എന്റെ മുന്നിൽ നാടകം കളിച്ചത്? പറയടി, പറയാൻ. ദേവ, നോ, അവളെ സങ്കടപ്പെടുത്തരുത്. ഫോട്ടോ അവള് നിനക്ക് തിരിച്ചു കൊണ്ട് തന്നില്ലേ? ഇനി അവളെ വേദനിപ്പിക്കരുത്. ഇത് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് മാത്രം ഇത് എടുത്തത് ജ്യോതി ആകണമെന്നില്ല. ആ ഫോട്ടോ കൊണ്ടുപോയി മോനകത്ത് വെക്കും. ചെല്ലു മോനെ, ചെല്ലു മോനെ. ജ്യോതിക്ക് DK ഇഷ്ടമല്ലെങ്കിലും DKയുടെ മുറിയിൽ നിന്ന് സുപ്രിയാന്റിയുടെ ഫോട്ടോ എടുത്ത് കളയാനുള്ള ക്രൂരതയൊന്നും അവള് കാണിക്കില്ല. നിനക്കൊക്കെ നാണമില്ലേ DKയോട് ഇങ്ങനെ ചെയ്യാൻ? നമ്മള് 3 പേരും ഈ വീട്ടിലെ മരുമക്കളാ. ഈ വീടിന്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കേണ്ടവരാ നമ്മള്. മരിച്ചുപോയെങ്കിലും സുപ്രിയാന്റി നമ്മുടെ അമ്മായിയമ്മയാണ്. ആ സുപ്രിയാന്റിയുടെ ഫോട്ടോയാ നീയൊക്കെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത്. DKയുടെ മനസ്സിനെയാ നിങ്ങളെ കുത്തി നോവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടും എന്താ നേടിയത്? തെറ്റ് ചെയ്യുമ്പോ അത് മുഖത്ത് നോക്കി പറയുന്നതുകൊണ്ട്
നിങ്ങൾക്കൊക്കെ എന്നോട് ദേഷ്യം ഉണ്ടാവും, എനിക്കറിയാം. പക്ഷേ ഇനി നിന്നെയൊന്നും അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി മുതൽ നീയൊക്കെ എങ്ങോട്ട് തിരിഞ്ഞാലും എന്റെ കണ്ണുകൾ നിന്റെയൊക്കെ പിന്നാലെ ഉണ്ടാവും. സത്യം പറയാൻ ഒരവസരം കൂടി ഞാൻ തരാം, ഒരേ ഒരു അവസരം. ഇല്ലെങ്കിൽ എനിക്ക് തോന്നിയ സംശയം ഞാൻ DKയോട് പറയും. പിന്നെ ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന എന്താണെന്ന് കണ്ടറിയണം. സത്യം പറതാരെ, ആരാ ആ ഫോട്ടോ എടുത്ത് കളഞ്ഞത്? പറയാൻ. ഞങ്ങളോ? ഇതെങ്ങനെ DK അറിഞ്ഞ DK നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കും? ഇതുവരെ നമ്മളെ 3 പേരെയും മക്കളെ പോലെയല്ലേ DK കൊണ്ടു നടന്നത്. ആ DKയോട് നിങ്ങൾ അത് ചെയ്തു എന്നറിഞ്ഞ DKക്ക് അത് താങ്ങാൻ കഴിയോ? നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഉണ്ടാകുമായിരുന്നോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. നിന്റെ ഓർമ്മകളിൽ മാത്രം ജീവിച്ച എന്നെ നീ എന്തിനാ ആ ബേക്കറിക്കാരുടെ അടുത്തേക്ക് തള്ളിവിട്ടത്? ഇനിയൊരു കല്യാണമൊന്നും എന്റെ ജീവിതത്തിലില്ല. എത്രയും വേഗം അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അതാണിപ്പോ എന്റെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം. സുപ്രിയ മോനെ, മൈസൺ, ഐ നോ എവരിത്തിങ്. ഞാൻ കേട്ടു നീ പറഞ്ഞതെല്ലാം. എന്റെ മോന് കുറച്ചുകൂടി മനുഷ്യത്വം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. ജീവിതത്തിൽ നീ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കാരണം ഒരു ജീവി പോലും ദുഃഖിക്കാൻ ഇടവരരുത്. 2, ഒരാളെ എന്തെങ്കിലും നമുക്ക് ഉപകാരം ചെയ്താൽ മരണം വരെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇത് 2ഉം ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ് മോനെ. ഇതെന്താ രാവിലെ തന്നെ അമ്മയുടെ സംസാരത്തിൽ ഒരു പാഠവും പഠിപ്പിക്കലും ഒക്കെ? അമ്മ എന്താ സ്കൂളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടോ? സ്കൂൾ കുട്ടികളെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കാനേ എളുപ്പമാ. കാരണം അവരുടെ മനസ്സിൽ കള്ളത്തരങ്ങളൊന്നുമില്ല. പക്ഷെ ആ കുട്ടികൾ മുതിർന്നു പോയാൽ, അവരുടെ മനസ്സിൽ ചില ധാരണകളൊക്കെ ഉറച്ചു പോയാൽ പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക പ്രയാസമാ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ നേരെ മുഖത്ത് നോക്കി പറഞ്ഞാ മതി. അല്ലാതെ ഇത്രയും മുഖവരുടെ ആവശ്യമൊന്നുമില്ല. ബേട്ടാ, സുപ്രിയോട് നീ ഒരു കാര്യം പറഞ്ഞില്ലേ? ഈ ഫോട്ടോ തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നീ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് ഉറപ്പില്ലെന്ന്. ഇപ്പൊ നിനക്ക് ഇങ്ങനെ സുപ്രിയോട് പറയാൻ അവസരം തന്നത് ആരാ? ജ്യോതിയല്ലേ? അതിന് അവളോട് നന്ദി വാക്ക് പറയേണ്ടത് നിന്റെ കടമയല്ലേ? അമ്മ എന്താ ഈ പറയുന്നത്? ഈ മുറിയിൽ നിന്ന് അവൾ എടുത്തുകൊണ്ടുപോയി കളഞ്ഞ ഫോട്ടോ തിരിച്ചു കൊണ്ടുവന്നതിനാണോ ഞാൻ അവളോട് നന്ദി പറയേണ്ടത്? എനിക്ക് അവളെ കാണുന്നതേ വെറുപ്പാ. ഹെൽപ്പ് മൈ സൺ. എങ്ങനെയെങ്കിലും അവന്റെ വാശിയെല്ലാം കളഞ്ഞ് അവനെ കൊണ്ട് വീണ്ടും ജ്യോതിയുടെ കഴുത്തിൽ താലി കെട്ടിക്കണേ എന്റെ കണ്ണ. നീയല്ലാതെ എനിക്ക് വേറെ ആരും ഒരു ഹെൽപ്പിനുമില്ല. പ്ലീസ് ഹെൽപ്പ് മീ. കണ്ണ, ജ്യോതി മോളെ നഷ്ടപ്പെട്ടു പോയ താലിമാലയ്ക്ക് പകരം അവളുടെ കഴുത്തിൽ അണിയിക്കാനുള്ളതാ ഈ താലി. ഈ താലി കെട്ടില്ല എന്നുള്ള വാശിയിലവൻ.
ജ്യോതി ഒരു പാവം കുട്ടിയാ. എനിക്ക് മരുമകളായിട്ട് അവള് തന്നെ മതി ഈ ജന്മം മുഴുവൻ. എന്റെ മോന്റെ വാശിയുടെ വെയിറ്റ് നീ എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണേ. എന്റെ മകനെ കൊണ്ട് ഈ താലി ജ്യോതിയുടെ കഴുത്തി കെട്ടിക്കണം. ഹെൽപ്പ് മീ കണ്ണ, പ്ലീസ്. അമ്മേ, അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാ? വാട്ട്? അമ്മ ഈ താലിയും മാലയൊക്കെ എന്തിനാന്ന്? ആരുടെ കഴുത്തി കെട്ടാനാ ഈ താലിയും മാലയൊക്കെ? ജ്യോതിയുടെ കഴുത്തിൽ. ഡീക്കയ്ക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മ ഡീക്ക് നിർബന്ധിക്കുന്നത്? നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടാണോ എന്റെ കൊച്ചുമക്കള് നിങ്ങളുടെയൊക്കെ കഴുത്തിൽ താലി കെട്ടിയത്? ആണോ? ആണോന്ന്? എന്റെ മകന്റെ വൈഫാണ് ജ്യോതി. അവിടെ കഴുത്തിലെ താലിയാണ് നഷ്ടപ്പെട്ടത്. അതിനു പകരം എന്റെ മകനെ കൊണ്ട് ഈ താലി അവിടെ കഴുത്തി കെട്ടിക്കണം. അമ്മ എന്തൊരു മണ്ടത്തരം ഈ കാണിക്കുന്നത്? എവിടെയെങ്കിലും കേട്ടുകേഴ്വിയുള്ള കാര്യമാണോ ഇത്? വീട്ടിനകത്ത് വെച്ച് രണ്ടാമത് താലി കെട്ടിക്കുന്നത്. ഒരാളുടെ ജീവിതത്തില് ഒരിക്കലേ താലി കെട്ടും, അതും കല്യാണ പന്തലില്ല. അതല്ലാതെ ഇങ്ങനെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് താലി കെട്ടുന്നതിന് എന്തെങ്കിലും ഒരു വിലയുണ്ടോ? നമ്മുടെ മരുമക്കളെയും ഭാര്യമാരെയും തമ്മി തല്ലിക്കാൻ വരെ അവൾ ശ്രമിച്ചു. ഇനി അവളുമായി യോജിച്ചു പോകാൻ എനിക്കാവില്ല. അമ്മയുടെ നിർബന്ധം കാരണമാണ് ഞാൻ അവളെ എന്റെ ബെഡ്റൂമിൽ വരെ കയറ്റിയത്. പക്ഷേ ഇപ്പൊ എനിക്ക് മടുത്തു. സ്വന്തം താലിമാല ഊരിക്കൊടുത്തിട്ടാണത്രേ അവള് നിന്റെ ഈ ഫോട്ടോ തിരിച്ചു വാങ്ങിയത്. കള്ളമാണോ നേരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ താലിമാല അവളുടെ കഴുത്തിൽ നിന്ന് പോയത് എനിക്ക് സന്തോഷം തന്നെയാ. അത് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഓരോ നിമിഷവും എന്റെ നെഞ്ചിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. നിന്നോട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷേ ഇപ്പോഴാ താലി അവളുടെ കഴുത്തിലില്ല. എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ സുപ്രിയ. നീ അല്ലാതെ മറ്റൊരു പെണ്ണും ഈ ജന്മത്തെന്റെ ജീവിതത്തിലുണ്ടാവില്ല. എന്നിട്ടും അമ്മ എന്നെ നിർബന്ധിക്കുന്നു വീണ്ടും അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ. ഇല്ല സുപ്രിയ, ആ ബേക്കറിക്കാരുടെ കഴുത്തിൽ ഞാൻ ഇനി താലി കെട്ടില്ല. ഇത് നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ എടുക്കുന്ന പ്രതിജ്ഞയാണ്. 1 മാസത്തെ സമയം ഞാൻ അവൾക്ക് നൽകിയിട്ടുണ്ട്. അതിനകം ഞാൻ തെറ്റുകാരനാണെന്ന് അവൾക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ 1 മാസം തികയുന്ന ദിവസം ഞാൻ അവളെ പിടിച്ച് ഈ പടിക്ക് പുറത്താക്കും. അന്ന് തീരും ആ ബന്ധം. അമ്മയുടെ വാശിക്ക് മുമ്പിൽ മാത്രം ഞാൻ എപ്പോഴും തോറ്റുപോകും. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് എന്റെ അമ്മയാണെന്ന് നിനക്കറിയില്ലേ സുപ്രിയ? പക്ഷെ ആ അമ്മ തന്നെയാ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവളെ വീണ്ടും താലി കെട്ടാൻ. ഞാൻ എന്ത് ചെയ്യണം? നീ തന്നെ പറയേ. നിനക്കൊരു കൂട്ടുണ്ടാവണം. എന്റെ സ്ഥാനത്ത് ഒരു പുതിയ ഭാര്യയെ നീ സ്വീകരിക്കണം. ഇതിനായിരുന്നോ നീ ആ കത്തെനിക്ക് എഴുതിയത്? ആ ബേക്കറിക്കാരിയെ പോലെ ഒരാളെ ആയിരുന്നോ നീ എനിക്ക് കൂട്ടിനായി ആഗ്രഹിച്ചത്? മതി, ഇനി വയ്യ. ഭാരം പേറി മടുത്തു. ഒരിക്കൽ അബദ്ധത്തിൽ കെട്ടിപ്പോയ താലി പൊട്ടിച്ചെറിയണമെന്ന് പലവട്ടം തീരുമാനിച്ചവനാ ഞാൻ. പക്ഷേ ഒരു ദിവസം രണ്ടുപേരും തമ്മിൽ പരസ്പരം പിരിയുമെന്ന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു.
ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചത് ദൈവം അവളുടെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞു. ഇനി അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടില്ല. അതിനെന്നെ കൊണ്ട് സാധിക്കില്ല. കൊള്ളാം, വെരി ഗുഡ് മൈസൺ. അമ്മയുടെ വാക്കുകൾ നിനക്ക് വേസ്റ്റ് ആണല്ലോ. നാളെ ഈ അമ്മയും നിനക്ക് വേസ്റ്റ് ആവും. അമ്മേ, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട ബേട്ടാ. ജീവിതത്തിൽ ഭാര്യയുടെ കഴുത്തിൽ രണ്ടാമത് താലി കെട്ടുന്നത് അത്ര വലിയ അപരാധമൊന്നുമല്ല. ചിലരൊക്കെ വിവാഹത്തിന്റെ 50 കൊല്ലം തികയുമ്പോ മക്കളുടെയും കൊച്ചുമക്കളുടെയും മുന്നേ വെച്ച് വീണ്ടും താലി കെട്ടിയെന്നൊക്കെ പത്രത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയ അവിടെ താലിക്ക് പകരം വേറൊരു താലി കെട്ടിക്കൊടുക്കാനാ. എടാ കണ്ണ, അത് അവിടെ അവകാശമാ. നീ അത് അവൾക്ക് നിഷേധിക്കരുത്. അമ്മ എന്തു പറഞ്ഞാലും ഇനി ആ ബേക്കറിക്കാരുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാനില്ല. ഒരിക്കൽ അറിയാതെ ചെയ്തു പോയ അബദ്ധം ഇന്ന് വീണ്ടും ഞാൻ അറിഞ്ഞുകൊണ്ട് ആവർത്തിക്കില്ലെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. പിന്നെ എന്തിനാ അമ്മ എന്നെ നിർബന്ധിക്കുന്നത്? അമ്മ ക്ഷമിക്കണം. ഈ കാര്യത്തിൽ എനിക്ക് അമ്മയെ ധിക്കരിക്കേണ്ടി വരും. DK വിളിക്കാൻ അമ്മ മുകളിലേക്ക് പോയിട്ട് കുറെ നേരമായി. എന്നിട്ടെന്തേ ഇനിയും തിരിച്ചു വരാത്തത്? അത് ഉറപ്പല്ലേ? DK വരില്ലെന്ന് അമ്മയോട് തീർത്ത് പറഞ്ഞു കാണും. ഇനി ഇവളുടെ കഴുത്തില് ഒരു താലി കൂടി കെട്ടിയിട്ട് എന്തിനാ അമരാവതിയിൽ വീണ്ടും ഒരു നാണക്കേടുണ്ടാക്കാനോ? അതിന് DK ഒരിക്കലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്ക് മായച്ചേ, അവള് നമ്മളെ നോക്കുന്ന കണ്ടില്ലേ? ചിലപ്പോ നമ്മളെ പിടിച്ചങ്ങ് തിന്നോളായി. പരിഹസിക്കാൻ എന്റെ 3 മരുമക്കളും നല്ല മിടുക്കികളാണെന്ന് ഈ അമ്മായിയമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതെന്നോട് വേണ്ട. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ ഇവിടെ വന്ന് നിന്നേ ഉള്ളൂ. അല്ലാതെ DK വന്ന് വീണ്ടും എന്റെ കഴുത്തിൽ താലി കിട്ടൂന്ന് ഒരു പ്രതീക്ഷ എനിക്കില്ല. കാര്യം നടക്കില്ലെന്നായപ്പോ നീ അടവ് മാറ്റുകയല്ലേ? ആകാശം ഇടിഞ്ഞു വീണാലും DK അങ്ങനെ ചെയ്യില്ലെന്ന് ഇവൾക്കറിയാം. അതുകൊണ്ടാ ഇവളിങ്ങനെ പ്ലേറ്റ് മാറ്റുന്നത്. നിങ്ങളോട് വെല്ലുവിളിക്കാനോ തർക്കിക്കാനോ ഒന്നിനും ഞാനില്ല. ഞാൻ നിൽക്കുന്നത് ഭഗവാന്റെ മുമ്പിലാ. ആ ശക്തി തീരുമാനിക്കും എന്ത് വേണോന്ന്. അദ്ദേഹം തീരുമാനിക്കുന്നതേ നടക്കൂ. അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കും. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. നന്നായി വരും, നന്നായി വരും മോളെ. എഴുന്നേക്ക്.
അമ്മയ്ക്ക് വേദനിക്കുന്നതൊന്നും ചെയ്യരുതെന്ന് നിന്നോടൊക്കെ എത്ര തവണ ഞാൻ പറഞ്ഞു. സുപ്രിയാന്റി എന്ന് വെച്ചാ ഡി കെക്ക് ഭ്രാന്ത, അവരോടുള്ള സ്നേഹത്തിന്റെ ഭ്രാന്ത്. അവര് മരിച്ചതായിട്ട് ഡി കെ ഇനിയും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇവിടെ എല്ലായിടത്തും സുപ്രിയാന്റിയുടെ ചിത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അവരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ഡി കെ നിധി കാക്കുന്നത് പോലെയാ കാത്തു സൂക്ഷിക്കുന്നത്. അതിനിടയിലാ അവളുടെ ഒരു ഐഡിയ. എന്നിട്ടിപ്പൊ എന്തായി? ഡി കെ അവളുടെ കഴുത്തിൽ പിന്നെയും താലി കെട്ടി, അതും അമ്മ പറഞ്ഞിട്ട്. ഇനി അവരെ തമ്മിൽ പിരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെ ആവുന്നു ഞാൻ വിചാരിച്ചോ? അവൾക്കെതിരെ നമ്മൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും തോൽവിയാണല്ലോ മായച്ചി. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. ഡി കെ എപ്പോഴും വിചാരിച്ചിരിക്കുന്നതും ആ ഫോട്ടോ എടുത്തു കളഞ്ഞതും അവള് തന്നെയാണെന്ന്. എന്തായാലും നമ്മളാണിത് ചെയ്തതെന്നും പുറത്താരും അറിയാൻ പോകുന്നില്ല. നമ്മളല്ല, നിങ്ങൾ മാത്രം. അയ്യോ, ഞങ്ങളല്ല, ഇവള് മാത്രം ഇതിന് ഉത്തരവാദി. എന്റെ സിത്താര വരേണ്ട സ്ഥാനത്ത് ആ ബേക്കറിക്കാരി വലിഞ്ഞു കയറി. പറ്റിപ്പോയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. കിട്ടി. നല്ല ഉഗ്രനൊരു ഐഡിയ. എന്താ മായച്ചി? മുറിക്കണം. എന്ത് മുറിക്കാൻ? മനസ്സുകൾ മുറിക്കണം, ബന്ധങ്ങൾ മുറിക്കണം. അതിനുള്ള ആയുധം രാഗി മിനുക്കാൻ ഒരു സന്നാഹം തന്നെ വേണം. താലിമാലയുടെ ഭംഗി കൂടുതൽ നോക്കണമെന്നില്ല. അധികം താമസിയാതെ അതിവിടെ അഴിച്ചു വെച്ചിട്ട് പോകേണ്ടതാ. അത് ഓർമ്മ വേണം. അതെനിക്കറിയാം. പിന്നെ എന്തിനാ കണ്ണാടി നോക്കി ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുന്നത്? താലിമാല ആദ്യമായിട്ടല്ലോ കാണുന്നത്. താലിയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു താലി ആദ്യമായിട്ടാ കാണുന്നത്. സത്യത്തിൽ ഇതൊരു കോമഡി സ്കിറ്റ് പോലെയാ അല്ലേ ഹിറ്റ്ലറെ? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. അതുകൊണ്ട് അധികം കിനാവ് കാണാൻ നിൽക്കണ്ട. കിനാവ് കാണാനോ? അതും നിങ്ങളെ കുറിച്ചോ? എന്റെ അമ്മോ, അതിനേക്കാൾ ഭേദം വല്ല കാട്ടുപോത്തിന്റെയും കുത്തുകൊണ്ട് ചാവുന്നതാ. അല്ല, ഒരു പെണ്ണിന് സ്വപ്നം കാണാനും മാത്രം നിങ്ങളിലിപ്പ എന്താ ഉള്ളേ?